എൻ്റെ പേര് രേഷ്മ ബിനു. ഞാൻ എറണാകുളം ജില്ലയിൽ വെങ്ങോലയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് തന്ന അനുഗ്രഹമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ മാസം 2023 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ്. ഞാൻ എൻ്റെ നിയോഗമായി വെച്ചിരുന്നത്, എനിക്ക് ഒരു ഭവനം ഉണ്ടായിരുന്നില്ല. ആ ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നത്. ഞാൻ 3 പ്രാവശ്യം പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് ഭവനത്തിനുള്ളത് കിട്ടിയത്. ഞാൻ PNY ആവാസ് യോജന വഴി എനിക്ക് ഭവനം ലഭിക്കുകയും 2024 എനിക്ക് ലിസ്റ്റിൽ പേര് വന്നത്. അതിൽ 44-ാമത്തെ ലിസ്റ്റിലായിരുന്നു പേരുണ്ടായിരുന്നത്. എൻ്റെ അമ്മയ്ക്കായിരുന്നു പേര് കിട്ടിയത്. ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങിയതിൻ്റെ ഫലമായിട്ട് ഞാൻ കാശുരൂപം കൊണ്ടുപോവുകയും നേർച്ചവസമായ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് 44-ാമത്തെ ലിസ്റ്റിൽ നിന്നുണ്ടായിരുന്ന പേര് എനിക്ക് 5-ാമത്തെ ലിസ്റ്റിലേക്ക് വരികയും വീട് കിട്ടുകയും ചെയ്തത്. ആ വീട് പണിയുന്നതിന് വേണ്ടി ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീടിൻ്റെ പണി തുടങ്ങാനായിട്ട് സാമഗ്രികളൊക്കെ ഇറക്കാനായിട്ട് ഞങ്ങൾക്ക് വഴിത്തർക്കം ഉണ്ടായിരുന്നു. ഞാൻ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുവന്ന് ഞങ്ങളുടെ വഴിയിലിടുകയും ആ പ്രശ്നം നീങ്ങി പോവുകയും ചെയ്തിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് കിട്ടിയത്, എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് എനിക്ക് സാമ്പത്തികമായ സഹായം ലഭിച്ചിരുന്നു. പള്ളിയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ വീട് പണി പൂർത്തിയാക്കിയത്. അടുത്ത ഞായറാഴ്ച അതിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. എൻ്റെ ആത്മീയ ജീവിതം, അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടുമ്പോൾ തന്നെ അത് ഷെയർ ചെയ്യും. പിന്നെ സാക്ഷ്യം കേൾക്കും. ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർത്തികൾക്കൊക്കെ അത് ഞാൻ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തി ഇന്ന് വന്നിട്ടുണ്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മ മാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം കൊടുക്കും. പിന്നെ യൂട്യൂബിൽ വരുന്ന ധ്യാനം ഞാൻ ഷെയർ ചെയ്യും, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 8-ാം തിരുവചനം. ദൈവത്തിൻ്റെ തോട്ടത്തിലെ ദേവദാരുക്കൾ അതിന് സരളവൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകൾക്ക് തുല്യനായിരുന്നില്ല. അരിഞ്ഞിൽ വൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകളോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ലായിരുന്നു. മനോഹാരിതയിൽ അതിന് തുല്യമായി ഒരു വൃക്ഷവും ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഇല്ലായിരുന്നു. ദൈവം തൻ്റെ തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച ദേവദാരു എന്ന മനോഹരമായ വൃക്ഷത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചാണ് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത്. നമ്മെ ഓരോരുത്തരെയും നട്ടുവളർത്തുമ്പോൾ, ഉടമ്പടി എന്ന നിത്യതയിലേക്ക് നമ്മെ പറിച്ചു നടുവാൻ വേണ്ടി നമ്മെ ഒരുക്കുന്ന ആ ഒരു വലിയ വാഗ്ദാനമാണ് എസെക്കിയേൽ പ്രവാചകനിലൂടെ നമുക്ക് ഇന്ന് ലഭിക്കുന്നത്. രേഷ്മ ബിനു എന്ന ഈ സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്, വർഷങ്ങളായിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ലായിരുന്നു. അങ്ങനെ ഉടമ്പടി ചെയ്യുന്നതിന് മുൻപ് തന്നെ, വളരെ വർഷങ്ങൾക്ക് മുൻപ് 2018 അവർ PM ആവാസിലേക്ക് ഒരു അപേക്ഷ നൽകിയെങ്കിലും അതെല്ലാം റിജക്റ്റായി പോവുകയായിരുന്നു. ഉടമ്പടി ചെയ്തതിന് ശേഷം എവിടെയെല്ലാം ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വന്നു, അവിടെയെല്ലാം നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിൻ്റെയും ഉടമ്പടി കാശുരൂപത്തിൻ്റെയും ശക്തി വിശ്വാസ പ്രമാണത്തിലൂടെ, വിശ്വാസ പ്രയോഗത്തിലൂടെ, വിശ്വാസ ജീവിതത്തിലൂടെ ഈ മകൾക്ക് നേടിയെടുക്കാൻ സാധിച്ചുവെന്നാണ് ഈ സാക്ഷ്യമേറ്റ് പറയുന്നത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ വലിയൊരു ജീവിതഭാരം, ഒരു വീട് എന്ന സ്വപ്നം എല്ലാവർക്കും ഉള്ളതാണ്. മനോഹരമായ ഒരു വീടാണ് സാക്ഷ്യം കൗണ്ടറിൽ കാണിച്ചു തന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് മനോഹരമായ ഒരു വലിയ വീട് പണിതു കൊടുത്തത് അതിന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. അവരെപ്പോഴും ദൈവത്തോട് വളരെ ആത്മാർത്ഥമായി പരിശുദ്ധ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നല്ല സ്വഭാവം രേഷ്മയ്ക്ക് വാർത്തെടുക്കാൻ സാധിച്ചുവെന്ന് രേഷ്മ പറയുകയുണ്ടായി. എന്ത് സങ്കടങ്ങളായാലും, സാമ്പത്തികമായ എന്ത് ബുദ്ധിമുട്ടുകളായാലും ഈശോയോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഈശോ എനിക്കതെല്ലാം തരുന്നു. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തു നിന്നായാലും എൻ്റെ അയൽക്കാരിൽ നിന്നായാലും ഇടവകയിൽ നിന്നായാലും തനിക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ എന്നോട് കൂടെ സഞ്ചരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഇതെല്ലാം പറയുമ്പോൾ അവർക്കും കൂടി ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കാനുള്ള വലിയ കൃപ ലഭിച്ചിട്ടുള്ള മകളാണ് രേഷ്മ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, പ്രതിസന്ധികളെ എല്ലാത്തിനെയും
ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. വീട് ഇല്ലാത്തവരെ, വഴിയില്ലാത്തവരെ, വഴി പ്രശ്നങ്ങളുള്ളവരെ, രേഷ്മയ്ക്കും വീട് പണിയുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള വലിയ വഴി പ്രശ്നം അവർക്കുണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് അവരവിടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു വഴി പ്രശ്നം, തടസ്സം ഇല്ലാതായി എന്നുകൂടി രേഷ്മ കൂട്ടിച്ചേർത്തിരുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും, നമ്മുടെ എല്ലാ ദുരന്തങ്ങളെയും നീക്കിക്കളയണമെന്ന് പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ സമയമായിട്ടില്ലെങ്കിൽ അതെല്ലാം സമയമാക്കി കൊടുക്കുന്ന വലിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന. രേഷ്മയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.